ഒരു കുഞ്ഞു പുറത്തിറങ്ങിയല്ലോ. നിൽക്കുന്നേ, അയ്യോ കണ്ടാ പാവം തോന്നും. ഇനി എടുത്ത് കുടത്തിനകത്ത് ഇടണം, അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് എലി വന്ന് പിടിക്കുന്നത്. ഇവിടെ നോക്കി ഇക്കാര്യങ്ങൾ തീറ്റ തിന്നുന്ന. കഷ്ടപ്പാടിൻ്റെ കാലം. കഷ്ടപ്പാട് കഷ്ടപ്പാട് കഷ്ടപ്പാട്. അപ്പുറം പപ്പായും ഉണ്ട്. ഒരു കൊറിയർ വന്നിട്ടുണ്ട്. മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട, ഇതാണ് സാധനം. ബെല്ലടിയുന്ന ഇതാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് ബെല്ലില്ല. ഇതെന്തിനാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കിളിക്കൂടിൻ്റെ, ലവ് ബേഡ്സിൻ്റെ കിളിക്കൂടിൻ്റെ മുകളിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ സ്ഥിരമായിട്ട് എലി വരുന്നുണ്ട്. എലി വന്നിട്ട് കിളികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ. അപ്പോൾ ഇത് ബെല്ലടിയുമ്പം എലി വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കെട്ടിത്തൂക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ബെല്ലടിയുന്ന സാധനമാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് അങ്ങനെയുള്ളതല്ല എന്ന് കണ്ടിട്ട് തോന്നുന്നു. ഇതങ്ങനെ അടിയുന്ന സാധനമല്ല. ഇതിൻ്റെ ഉള്ളിൽ ബെല്ലുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഇതേൽ തട്ടുമ്പോൾ ഇങ്ങനെ അടിയുന്ന സാധനമാണെന്ന് വിചാരിച്ചു, ഒച്ച ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്.
പക്ഷേ അങ്ങനത്തെ ഇതല്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറുതായിട്ടിങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതും കൊണ്ട് കാര്യം ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഈ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടാനും ഒക്കെ, ഹാളിലോ എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാൻ നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഞാനിത് ഭംഗിക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് മേടിച്ചതല്ല, കിളിക്കൂടയിലിടാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഇതും കൊണ്ട് എത്രത്തോളം കാര്യമുണ്ടാവുമെന്ന് അറിയത്തില്ല. ഇത് എലി വന്നിങ്ങനെ തട്ടുമ്പോൾ ഇതിങ്ങനെ ബെല്ലടിയും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് അത്ര അങ്ങോട്ട്, ഇത് കണ്ടോ, ഇതിങ്ങനെ ആടിയാലും ഇത്രയും സൗണ്ടേ വരുന്നുള്ളൂ, വലിയ സൗണ്ട് ഇല്ല. ഇതും കൊണ്ട് കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നോക്കാം. അപ്പം ഇത് ഞാനിതാ ഈ ഊഞ്ഞാലിൽ കെട്ടി തൂക്കി വെച്ചേക്കുവാണ് കേട്ടോ, വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ആടുമ്പോൾ ഇത്രയും സൗണ്ടേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ട് മേടിക്കാം കേട്ടോ ഇങ്ങനത്തെ. അപ്പം മീഷോയിൽ കുറേ, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാത്തിലും ഞാൻ നോക്കിയായിരുന്നു. പിന്നെ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് 100 രൂപയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ അതിനകത്ത് കണ്ടായിരുന്നു. പക്ഷേ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയത് അതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും ഇതിങ്ങനെ ബെല്ല് പോലെയാണ്. ഇത് അടിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഉണ്ടാവും, അത്യാവശ്യം സൗണ്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ച്, ഒരുപാടല്ല എന്നാലും അത്യാവശ്യം കുറച്ച് സൗണ്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല. നമുക്ക് ഇങ്ങനത്തെ മേടിച്ചുള്ള പരിചയം ഇല്ല, അതുകൊണ്ട് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലായി ഏകദേശം. വേറെ ടൈപ്പ് വാങ്ങിച്ചാൽ മതിയായിരുന്നു, കുഴപ്പമില്ല. ഇത് ഒന്നുകിൽ ഇത് കെട്ടിത്തൂക്കി നോക്കാം. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭിത്തിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാ, രസമുണ്ട് കേട്ടോ. ഇത് വാങ്ങിച്ചിട്ട് കിളിക്കൂടയിൽ ഇട്ടില്ല കേട്ടോ, കാരണം ഇതിനധികം സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് വെറുതെ ആയിരിക്കും എന്ന് വിചാരിച്ച്. അപ്പം അതേൽ തൂക്കാണ് നമ്മൾ ഇവിടെ തൂക്കിയിട്ടതാ. വേണ്ട, ഒരു ഭംഗിക്ക് ഇവിടെ അങ്ങ് തൂക്കിട്ടോ. അപ്പോൾ ഞാൻ ലവ് ബേഡ്സിൻ്റെ എൻ്റെ കൂടയിൽ തൂക്കാനായിട്ട് ഞാൻ വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്തുമ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് നാളെ എങ്ങാനും എത്തുമായിരിക്കും. അപ്പോൾ അത് കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിവിടെ തൂക്കി, ഇത് അവിടെ കിളിക്കൂടയിൽ ഇട്ടിട്ട് കാര്യമില്ലാന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ അങ്ങനെ അവിടെ കെട്ടി തൂക്കി നോക്കിയില്ല, അധികം സൗണ്ട് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് തൂക്കിയിട്ടിട്ട് വെറുതെ എലിക്ക് ഇറങ്ങാൻ എളുപ്പത്തിനാക്കി കൊടുക്കണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതൊരു ഭംഗിക്ക് അവിടെ എങ്ങനെ ഇട്ടു. വേണമെങ്കിൽ ഇത് റിട്ടേൺ കൊടുക്കായിരുന്നു കേട്ടോ, പക്ഷേ 100 രൂപയല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അതിനും വേണ്ടിയിട്ട് ഇനിയിപ്പോൾ റിട്ടേൺ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വേറെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ അറിയാം ഇനിയിപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. ഭയങ്കര മഴയാണ്. മാത്തുതേ അവിടെ കിടന്ന് ഇങ്ങനെ ഉറക്കമൊക്കെ ആയിരുന്നു, ഉറക്കാൻ തോന്നുന്നു. ഭയങ്കര മഴയായിരുന്നു, നല്ല മഴ. രാവിലെ തൊട്ട് മഴയായിരുന്നു, പിന്നെ കുറച്ച് സമയം ഒന്ന് തോർച്ചയുണ്ടായിരുന്നു. ഇപ്പം നല്ല മഴ, ഇപ്പോൾ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. മാക്സൂട്ടം കിടന്ന് ഉറക്കം, ഇടയ്ക്ക് ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്, ഉറക്കവാട്ടോ. ചോറൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ചൂടൊന്നും ഇല്ലല്ലോ മഴയായതുകൊണ്ട്.